ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അശ്വിനി അൺഫിൽറ്റേഡ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ബാക്കിൽ കാണുന്ന ഒരു പോണ്ട് സെറ്റപ്പ് ഉണ്ട്. അവിടെ ആ പോണ്ട് നിറച്ച് പച്ചയായിട്ട് കിടക്കുക, അതായത് ഫുൾ പായലാണ്. അപ്പോൾ ആ പായലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ പോണ്ട്. കണ്ടില്ലേ, നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല പച്ച കളറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ആമ്പൽ പോണ്ടും അങ്ങനെയൊക്കെ ഓരോന്ന് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് കുറച്ച് കലത്തിലൊക്കെ വാട്ടർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വാട്ടർ പ്ലാന്റ്സ് എല്ലാം ഇപ്പോൾ ഞാനാണെങ്കിൽ അതിൽ നിന്ന് മാറ്റുകയാണ്. എന്താ മെക്സിക്കൻ സ്വാഡാണെന്ന് തോന്നുന്നു, അമേരിക്കൻ സ്വാഡാണോ മെക്സിക്കൻ സ്വാഡാണോ തോന്നുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ വെച്ചിരുന്നതിനകത്ത് നിറച്ച് മീനുണ്ട്. ആ മീനിനെ ഞാൻ എങ്ങനെയെങ്കിലും വെളിയിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതൊക്കെ ഞാൻ ചെയ്തു. പിന്നെ കുറേ ഡക്ക് വീഡ്സ് അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ഞാൻ മാറ്റുവാണ്. പിന്നെ അതേപോലെ തന്നെ മീൻ, ഇതിനകത്ത് പ്രധാനമായിട്ടും ഞാൻ പ്ലാറ്റിയയും അതേപോലെ തന്നെ ഗപ്പിയാണ് ഇട്ടത്. ഇതിൽ 1-2 പ്ലാറ്റിയയും ഗപ്പിയൊക്കെ ഞാൻ കൊണ്ടിട്ടതേ ഉള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം അതുങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരെനിക്ക് തന്നതാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അങ്ങനെ മീനൊന്നും അങ്ങനെ വളർത്തി ശീലിച്ചിട്ടൊന്നുമില്ല. മീൻസ് എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് മീനെ വളർത്തുന്നത്. അപ്പോൾ എനിക്ക് കുറേ മീനെ കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മീനാണ്. ഇതെല്ലാം ഒരു 2 പ്ലാറ്റിയുടെയും അതേപോലെ തന്നെ 2 ഗപ്പിയുടെയും കുട്ടികളാണ് ഫുള്ള്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് നമ്മൾ കുറേ ആറ്റിൽ നിന്ന് കുറച്ച് കല്ലൊക്കെ പറക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു നാച്ചുറൽ ടച്ച് തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കല്ലെല്ലാം ഞാൻ അതിനകത്ത് പായൽ പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് അതിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. നമ്മൾ കുറേ മീനിനെ എടുത്ത് മാറ്റിയില്ലേ, ഇനിയും അതിൽ മീനുകളുണ്ടായിരുന്നേ. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ ഇതിൽ കുറേ നോക്കുവാണ് മീനിനെ എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ വലിയൊരു പ്ലാറ്റിയെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു എന്ന്, ഒരു 2 പ്ലാറ്റി. അപ്പോൾ ആ പ്ലാറ്റിയാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതിനെ ഞാനിനി എങ്ങനെയെങ്കിലും നമ്മുടെ ബക്കറ്റിൽ ബാക്കി മീനില്ലേ അതിൻ്റെ കൂട്ടത്തിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം പ്ലാറ്റി. കണ്ടോ, ഈ പ്ലാറ്റിയാണ്, ഈ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണത്. ഈ പ്ലാറ്റിയും വേറൊരു പ്ലാറ്റിയും ഉണ്ട്, അതിൻ്റെ 2ൻ്റെയും കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ ഓരോന്നും മീനിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അതിൽ നിന്നൊരു കുഞ്ഞ് ചാടിപ്പോയി. അപ്പോൾ അതിനെ ഞാൻ ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. എന്തായാലും ഞാൻ അതിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ അതാണ് ഞാൻ ഈ സിമ്പലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ അതിനകത്ത് വെള്ളമുള്ളത് കുറച്ച് ന്യൂട്രിയൻ കണ്ടൻ്റ് ഉള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ അത് വെറുതെ കളയണ്ട, ചെടിക്കൊക്കെ ഒഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെടിക്കൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഏകദേശം ഇതിൻ്റെ അടിത്തട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, പിന്നെയും മീനുകളുണ്ട്. അത് നമുക്കെല്ലാം രക്ഷപ്പെടുത്താം. അപ്പോൾ അതാണ്, കണ്ടില്ലേ, ഇവന്മാരാരും എനിക്ക് പിടി തരാതിരിക്കുക. ഞാൻ കുറേ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രമമൊന്നും നമ്മൾ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോവാ, പക്ഷെ ഞാൻ അവനെ എന്തായാലും പിടിക്കും. അപ്പോൾ അതിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും വേറെ കുറേ ആൾക്കാരുണ്ട് അതിൽ. അവരെല്ലാവരെയും നമുക്ക് ആരും കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരെല്ലാവരെയും നമുക്ക് വേണം. അപ്പോൾ കുറച്ച് നേരത്തെ ഒരു ശ്രമത്തിനൊടുവി അത് അത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ എല്ലാം ഒന്ന് ആ പായൽ പിടിച്ച സ്ഥലം എല്ലാം ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് നമ്മളൊന്ന് അവിടെ എല്ലാം ഉരച്ച് വൃത്തിയാക്കുന്നുണ്ട്. വൃത്തിയാക്കിയിട്ട് കഴുകുവാണ് ഞാനിപ്പോൾ. ഇതുണ്ടല്ലേ, ഇപ്പം അത്യാവശ്യം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കി ആ കലമൊക്കെ ഇല്ലേ, അതിനകത്ത് വാട്ടർ പ്ലാന്റ്സ് വെച്ചിരിക്കുന്ന ആ കലമെല്ലാം ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അതിൽ കണ്ട പൂ പിടിച്ചിട്ടൊക്കെ നിൽപ്പുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും അറ്റത്താണെന്നുണ്ടെങ്കിൽ പുതിയ പ്ലാന്റും വന്നിട്ടുണ്ട്. അതിനകത്തെ സീഡ് അതിൽ വെച്ച് തന്നെ കിളിച്ചിട്ട് അതിൽ പ്ലാന്റും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ഇനിയും ബാക്കി സ്റ്റോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതിലെല്ലാം പായൽ പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ആ സ്റ്റോണെല്ലാം ഞാൻ വൃത്തിയാക്കി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ വാട്ടർ പ്ലാന്റ്സ് എല്ലാം ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഓരോ രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കുകയാണ് സ്പേസിനനുസരിച്ച്.
പിന്നെ ഞാനിതുപോലെ ആറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മണലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണ്. ഇതെല്ലാം ഒന്ന് ഒരു നാച്ചുറലായിട്ട് തോന്നണമെന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. എത്രത്തോളം ഭംഗിയാവുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ആ ഉരുളങ്കല്ലെല്ലാം ഞാൻ ഓരോന്നായിട്ട് വെക്കുകയാണ്. വെച്ച് ഇരിക്കുന്നു. എന്നിട്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ നമ്മുടെ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് അക്വേറിയം സ്റ്റോൺസ് ഉണ്ടായിരുന്നു. ആ സ്റ്റോൺസ് എല്ലാം ഞാൻ അവിടെ നിന്ന് നിരത്തിയിടുന്നുണ്ട്. ആ ഒരു ഷെയ്ഡ് നമുക്കിങ്ങനെ ആ റെഡ് നമ്മൾ പ്ലാറ്റിൽ കാണുമ്പോൾ ഒരു ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള കല്ലെല്ലാം ഞാൻ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയെന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാനിപ്പം ബാക്കിയുള്ള കല്ലും കൂടി ഇനി എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അതിനകത്ത് ഞാനിങ്ങനെ കല്ല് കഴുകിയ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുള്ള പോച്ചയൊക്കെ ഉണ്ടായിരുന്നു. ആ പോച്ചയ്ക്ക് അതിനകത്ത് വന്നതെല്ലാം ഞാൻ മാറ്റിക്കളയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് നിറയെ വെള്ളം ഒഴിക്കണം. നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷവും നമുക്ക് പിന്നീട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കലക്കലായിരിക്കുമല്ലോ വെള്ളം. അതിനകത്ത് നമ്മളിപ്പോൾ എത്ര കഴുകിയെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കഴുകിയിട്ടുണ്ടായിരുന്നു. ആ മണലെല്ലാം കല്ലും കഴുകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതിനകത്ത് എന്തെങ്കിലും സെഡിമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണാതിരിക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മീനിനെ എല്ലാം ബാക്കി ഞാൻ പറഞ്ഞില്ലേ ആ ബക്കറ്റിൽ നിന്ന് കുറേ മീനിനെയൊക്കെ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കുഞ്ഞ് ബൗളിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ പേരുണ്ട് കേട്ടോ. അവരെയും കൂടി ഞാനപ്പം ഇതിലേക്ക് കൊണ്ടിടുകയാണ്, നമ്മുടെ ആ ബൗളിലേക്ക്. ഇവർക്ക് വരാൻ ഭയങ്കര മടിയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാനല്ലല്ലോ, ഇവരെ വളർത്താനും ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടല്ലേ. പിന്നെ ഇവരെന്തിനാണ് ഈ ചാടി പോകുന്നത്? എനിക്കിവരെ കാണുമ്പോൾ ഇപ്പോൾ എന്ത് സന്തോഷം തോന്നുന്നറിയാമോ? ഞാൻ പറഞ്ഞില്ലേ ആകെ 4 എണ്ണത്തിനെ കൊണ്ടിട്ടാണ് എനിക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ അവർ തന്നു. താങ്ക് യു സോ മച്ച്. എനിക്കറിയില്ല, ഞാൻ ഈ കുഞ്ഞു കാര്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് നന്ദി പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. നമ്മുടെ ലൈഫിലുണ്ടാവുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സും നമ്മൾ എൻജോയ് ചെയ്യുകയും വേണം. അതേപോലെ തന്നെ അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവുകയും വേണം. അപ്പോൾ ഞാനിപ്പോൾ അവരെ ആ വലിയ ലോകത്തിലേക്ക് കൊണ്ടുവിടുകയാണ്. ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ അവരിപ്പോൾ. കുഞ്ഞു ബൗളിൽ കുറച്ച് നേരം സഫോക്കേറ്റഡ് ആയിട്ട് എല്ലാവരും നിന്നു. ഇപ്പോൾ വലിയൊരു വിശാലമായിട്ടുള്ള ലോകത്തിലേക്ക്, അല്ലെങ്കിൽ അവർ നേരത്തെ അവരുടെ വീടായിട്ട് കണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെ അവർ വരുമ്പം അവർക്ക് നല്ല സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. എന്തായാലും എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾ ഇത്രയും നേരം കണ്ടില്ലേ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ ആ ഫൈനൽ ലുക്ക് ഒന്ന് പോയി കണ്ടു നോക്കൂ.